അപ്പോൾ കൂട്ടുകാരെ, സൂഫി സഞ്ചാരി എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലെ കടലും കപ്പലും എന്ന വിഷയത്തിലെ അടുത്ത വീഡിയോ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വസ്തുവിന്റെ പേരാണ് ലൈഫ് റാഫ്റ്റ് എന്നാണ് പറയുന്നത്. ടാങ്ക് കണക്ക്, ചെറിയൊരു ടാങ്ക് കണക്കിരിക്കുന്ന ഈ ഒരു വസ്തുവിന്റെ പേരാണ് ലൈഫ് റാഫ്റ്റ്. ഇത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്ന് വെച്ചാൽ അടിയന്തര സാഹചര്യങ്ങളിലെല്ലാം കപ്പൽ മുങ്ങുകയോ അല്ലെങ്കിൽ കപ്പൽ എന്തെങ്കിലും അപകടമൊക്കെ സംഭവിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ കപ്പലിനെ ഉപേക്ഷിക്കേണ്ട ഒരു ഘട്ടം എത്തിക്കഴിഞ്ഞാൽ കപ്പലിനെ ഉപേക്ഷിച്ചുകൊണ്ട് അതിനകത്തുള്ള ജീവനക്കാർക്ക് രക്ഷപ്പെടാനുള്ള ഒരു മാർഗമാണിത്. എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. അതായത് അത്തരമൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഈ വസ്തു കടലിലേക്ക് തള്ളിയിടുകയും ഇതിന്റെ ഒരു ലോക്ക് മാറ്റുകയും ചെയ്യുമ്പോഴേക്ക് അതൊരു ചെറിയൊരു ചെങ്ങാടം പോലെ ആയി മാറുകയും ഏകദേശം 10-25 പേർക്ക് അതിനകത്ത് കുറച്ച് ദിവസങ്ങൾ അതിജീവിക്കാൻ സാധിക്കുകയും ചെയ്യുന്നതാണ്. അപകടം സംഭവിക്കുമ്പോൾ തന്നെ കപ്പലിലെ മുതിർന്ന ഉദ്യോഗസ്ഥന്മാരെല്ലാം വേറെ ബോട്ടുകളിലൊക്കെ കയറി താൽക്കാലികമായിട്ട് ഇവിടെ നിന്ന് മാറാറുണ്ട്. ബോട്ടുകളിലൊക്കെ കയറി പോകുന്ന വേറെ അങ്ങോട്ടും അല്ല, അവർ രക്ഷപ്പെട്ടു പോവുകയല്ല ചെയ്യുന്നത്. അവർക്ക് ബാക്കിയുള്ളവരെ രക്ഷപ്പെടുത്താൻ എന്തെങ്കിലും ഒരു മാർഗമുണ്ടോ എന്ന് തിരക്കി പോവുകയാണ് ചെയ്യാറുള്ളത്. അതിനുശേഷം അവർ രക്ഷപ്പെടുത്താനുള്ള മാർഗമായിട്ട് തിരിച്ചു വരുന്നത് വരെ ഇതിനകത്തുള്ള മറ്റ് ക്രൂ മെമ്പേഴ്സിനെല്ലാം ജീവിക്കാനുള്ള ഒരു സംവിധാനമാണ് ഈ ലൈഫ് റാഫ്റ്റ് എന്ന വസ്തു കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിനകത്ത് അത്യാവശ്യം അവർക്ക് സർവൈവ് ചെയ്യാനുള്ള കുടിവെള്ളവും അതുപോലെ തന്നെ വളരെ കുറച്ച് മാത്രം കുടിവെള്ളവും ആഹാര സാധനങ്ങളൊക്കെ ഇതിൽ തന്നെ ഉണ്ട്. അപ്പോൾ അതൊക്കെ പരിമിതമാണ്. ഇപ്പോൾ കപ്പലിൽ ക്യാപ്റ്റൻ അല്ലെങ്കിൽ കപ്പൽ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നേരിടുമ്പോൾ ക്യാപ്റ്റൻ അല്ലെങ്കിൽ ക്യാപ്റ്റൻ ഏൽപ്പിക്കപ്പെട്ട ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥന്റെ ചുമതലയിലായിരിക്കും പിന്നീടുള്ള ഈ ലൈഫ് റാഫ്റ്റിനകത്തുള്ള നിയമങ്ങൾ. അതായത് ഇങ്ങനെ അടിയന്തരമായിട്ടുള്ള സാഹചര്യങ്ങളിലെല്ലാം ഇതിനകത്ത് ഏൽപ്പിക്കപ്പെട്ട ഉദ്യോഗസ്ഥൻ ഒരു റേഷൻ വിഹിതം ഇതിനകത്ത് നടപ്പിലാക്കുന്നതായിരിക്കും. അപ്പോൾ ഒരു റേഷൻ സിസ്റ്റം കൊണ്ടുവന്നതിന് ശേഷം അതിനകത്തുനിന്ന് ഓരോ ആൾക്കാർക്കും ഇത്ര എന്ന അളവിലേക്ക് അവർക്കുള്ള ആഹാര സാധനങ്ങളും വെള്ളവും എല്ലാം പരിമിതപ്പെടുത്തുന്നതാണ്. അങ്ങനെ പരിമിതപ്പെടുത്തിക്കൊണ്ട് വളരെ കുറച്ച് മാത്രം അവർക്ക് രക്ഷപ്പെടാനുള്ള ഒരു സാഹചര്യം കിട്ടുന്നത് വരെ വളരെ കുറച്ച് മാത്രം ആഹാരം മാത്രമേ. പലപ്പോഴും ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ വളരെ ആയിട്ടുള്ള സാഹചര്യങ്ങളാണ്. പലപ്പോഴും ഈ കപ്പലിൽ ദീർഘദൂരങ്ങളൊക്കെ യാത്ര ചെയ്യുന്ന ഇതുപോലെയുള്ള ക്രൂ മെമ്പേഴ്സ് എല്ലാം ആകപ്പാടെ മനസ്സ് വിഷമിച്ച് തളർന്നു പോകുന്ന ഒരു സാഹചര്യം തന്നെയാണിത്. ഈ സാഹചര്യത്തിലെല്ലാം പലപ്പോഴും അവർക്ക് ധൈര്യം പകർന്നു കൊടുക്കേണ്ടത് അതിനെ മുതിർന്ന ഉദ്യോഗസ്ഥർ തന്നെയാണ്. പരമാവധി ഒരു ആഭ്യന്തര യുദ്ധം വരെയൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത പല കപ്പലുകളിലും ഉണ്ടാവാനുള്ള സാധ്യതകളെല്ലാം ഇങ്ങനെയുള്ള സാഹചര്യങ്ങളാണ് കൂടുതലായിട്ടും ഉണ്ടാവാറുള്ളത്. അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് വിദഗ്ധരായിട്ടുള്ള ക്യാപ്റ്റനും അതിനോടനുബന്ധമായിട്ടുള്ള മേലുദ്യോഗസ്ഥരും അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം വളരെ കൃത്യതയോടുകൂടി ചെയ്യുന്നതാണ്. ക്യാപ്റ്റന്റെ നിർദ്ദേശങ്ങളെല്ലാം ഓരോ ഉദ്യോഗസ്ഥരും ഓരോ ജോലിക്കാരും പാലിക്കാൻ നിർബന്ധിതമാകുന്ന ഘട്ടങ്ങളാണ് ഈ സന്ദർഭങ്ങളെല്ലാം. അപ്പോൾ ക്യാപ്റ്റന്റെ നിർദ്ദേശങ്ങളെ പാലിക്കാതിരുന്നാൽ അത് വലിയ കുറ്റകൃത്യമാണ്. അതിന് തിരിച്ച ശേഷം നാട്ടിലെത്തി കഴിയുമ്പോഴത്തേന് കോടതിയിൽ തീർച്ചയായിട്ടും വിചാരണ ഉണ്ടാവുകയും അതിന്റെ മേൽ ശിക്ഷാ നടപടികൾ ഉണ്ടാവുകയൊക്കെ ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ ക്യാപ്റ്റൻ കടലിലായിരിക്കുമ്പോൾ ക്യാപ്റ്റൻ നിർദ്ദേശങ്ങൾ പാലിക്കൽ എല്ലാവർക്കും നിർബന്ധമാണ്. നമ്മുടെ ചാനലിൽ കപ്പലിനെ സംബന്ധമായിട്ടും മറ്റ് യാത്രാ വിവരണങ്ങളൊക്കെ ആയിട്ടുള്ള ഒരുപാട് വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഞങ്ങളെ ഫോളോ ചെയ്യേണ്ടതാണ്. ഞങ്ങളുടെ ചാനലിന്റെ പേര് സൂഫി സഞ്ചാരി എന്നാണ് യൂട്യൂബിൽ. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള രസകരമായിട്ടുള്ള കൗതുകകരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ഞങ്ങൾ പരിശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മളെ വീഡിയോ കണ്ട എല്ലാവർക്കും വീണ്ടും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതുവരെ എല്ലാവരോടും ഒത്തിരി സ്നേഹം അറിയിക്കുകയാണ്. നന്ദി.